ആദ്യയാത്രയിൽ തന്നെ നവകേരള ബസിന്റെ വാതിലിന് തകരാറ്. ബസ് യാത്ര തുടങ്ങിയ അല്പസമയത്തിനകം വാതിൽ തനിയെ തുറന്നു. ബത്തേരി ഗ്യാരേജിലെത്തിച്ച് തകരാർ പരിഹരിച്ച ശേഷമാണ് ബസ് പുനരാരംഭിച്ചത്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നവകേരള ബസ് സർവീസ് ആരംഭിച്ചത്. വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, യാത്ര എങ്ങനെയായിരുന്നു? നികേഷ്, ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. രാവിലെ 11:30 ബാംഗ്ലൂരുവിൽ എത്തേണ്ട ബസ്സാണ്. പക്ഷേ അതിനിടയ്ക്ക് ചെറിയൊരു കല്ലുകടിയായി ബസിന്റെ ഡോറ് ഒന്ന് തകരാറിലായി. ഡോറ് താനെ തുറന്നു. പിന്നീട് യാത്രക്കാരുടെ ബാഗും മറ്റും കെട്ടിയാണ് തൽക്കാലം അത് അടച്ചിട്ടത്. പിന്നീട് സുൽത്താൻ ബത്തേരിയിലെ ഗ്യാരേജിൽ എത്തിച്ച് തകരാറ് പരിഹരിച്ചു. അപ്പോഴും ഈ ഡോർ തുറക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുന്നത്. ഈ ബസിന്റെ പിൻവാതിൽ വഴിയാണ് സാധാരണ ആളുകൾ കയറാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മുൻവാതിൽ എന്ന് പറയുന്നത് ലിഫ്റ്റുള്ള ഭാഗമാണ്. അവിടെ ഈ ഭിന്നശേഷിക്കാർക്കും അംഗപരിമിതർക്കും പ്രായമുള്ളവർക്കും മാത്രമാണ് അതുവഴി കയറാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഇനി പിൻവാതിൽ വഴി മാത്രമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ആളുകളെ കയറ്റുന്നുണ്ടായിരിക്കുക. ഏതായാലും ഇന്ന് ആദ്യമായി യാത്ര പുറപ്പെടുന്നു. നവകേരള യാത്ര നടത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിച്ച ബസ്സിൽ കയറാനുള്ള ആകാംക്ഷയിലായിരുന്നു 26 യാത്രക്കാരും അവിടെ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ റിട്ടേൺ ടിക്കറ്റ് 2:30 തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന ആ ടിക്കറ്റ് ബസ്സും ഫുള്ളാണ്. മാത്രമല്ല 4 ദിവസത്തേക്ക് ഈ യാത്ര ഫുള്ളായി ടിക്കറ്റ് റിസർവ്ഡ് ആയിട്ടുണ്ട്. അതായത് നവകേരള ബസ്സിന്റെ ബാംഗ്ലൂരു യാത്ര നമ്മൾ മലയാളികൾ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ.